കഴിഞ്ഞ ദിവസമായിരുന്നു നടി ലക്ഷ്മിയുടെ മകൻ്റെ മരണവാർത്ത എല്ലാവരുടെ അടുത്തേക്കും എത്തിയത്. ആരും അധികം അറിയാത്ത ഒരു മരണവാർത്തയായിരുന്നു അത്. ആരോടും പറഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ലക്ഷ്മി എന്നതാണ് സത്യം. ഇപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരു മനസ്സ് വന്നത്. ഇപ്പോഴും മകനില്ല എന്ന വിശ്വാസത്തിൽ ലക്ഷ്മി എത്തിയിട്ടില്ല. ഇപ്പോൾ മകനെക്കുറിച്ചാണ് ഓരോ ദിവസവും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇത്ര വേഗം പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു മോനെ. അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മകനെക്കുറിച്ചെടുത്ത അല്ലെങ്കിൽ മകൻ നൃത്തം ചെയ്തെടുത്ത ഒരു വീഡിയോ കൂടി പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ലക്ഷ്മി. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ എന്ന് പറയുന്ന ദളപതി വിജയുടെ ഗാനമാണ് മകൻ നൃത്തം ചെയ്യുന്നത്. അത് വളരെയധികം സത്യമായി പോയല്ലേ. അമ്മയ്ക്ക് അന്ന് ഇതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ഇന്ന് അമ്മ ഇതറിയുന്നു. അറിയുമ്പോൾ അമ്മയ്ക്ക് നീ എൻ്റെ അരികിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നില്ലേ? നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് ആരാണ്? എപ്പോഴാണ് നമ്മൾ തീർന്നു പോകുന്നതെന്നറിയില്ല. എപ്പോഴാണ് നമ്മുടെ എല്ലാ ആശയും ആഗ്രഹങ്ങളുമൊക്കെ അവസാനിക്കുന്നതെന്നറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു ചെയ്തത്. ഓരോരുത്തരും ഇതെന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഹൃദയം മാത്രം നൽകിയാണ് എല്ലാവരും കമൻറ്റ് സെക്ഷനിലും എത്തിയിട്ടുള്ളത്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലക്ഷ്മിയെ വേദനിപ്പിക്കണ്ട. മകൻ്റെ ഓർമ്മയിൽ കഴിയുന്ന മാതാവാണത്. അമ്മയ്ക്കിതിൻ്റെ അർത്ഥം അന്ന് മനസ്സിലായില്ലടാ. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാം ഇപ്പോഴാണ് അറിയുന്നത്. അമ്മയ്ക്കിതിൻ്റെ അർത്ഥം അന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചേനെ. അമ്മയ്ക്കിതിൻ്റെ ചേർത്ത് പിടിച്ച് മതിയായില്ല. എൻ്റെ മകൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവന് വിദേശത്തേക്ക് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലായിരുന്നു അവൻ. അതിനിടയിലാണ് ദൈവം വേഗം വന്ന് അവനെ കൊണ്ടുപോയത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രമാത്രം വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് വിവരിക്കാൻ പോലും പറ്റുന്നില്ല. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പോസ്റ്റുകളെല്ലാം തന്നെ അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത്. മകൻ്റെ മരണം ഞങ്ങളാരും അറിഞ്ഞില്ല ലക്ഷ്മി. എങ്കിൽ ഞങ്ങൾ വേദനയിലൊപ്പം നിന്നേനെ. ആ വേദന കാണാൻ ഞങ്ങൾക്ക് വയ്യ. എന്നിരുന്നാലും ഒറ്റയ്ക്കാകില്ലായിരുന്നു. എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നും എനിക്ക് ചുറ്റും ആളുകളുണ്ടായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ മകൻ്റെ മരണം അല്ലെങ്കിൽ മകൻ പോയത് അതൊട്ടും താങ്ങാനാകില്ല. അത് മറക്കാനോ അല്ലെങ്കിൽ പൊറുക്കാനോ ആകില്ല. അത്രമാത്രം വേദനയിലൂടെ താൻ കടന്നു പോകുന്നുണ്ട്. വേദനയൊന്നും എണ്ണി പറയാൻ പോലും പറ്റുന്നില്ല. പ്രേക്ഷകരും വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.